ഹായ് എവരി വൺ. അങ്ങനെ അതുലിൻ്റെ ചാനൽ പൂട്ടാൻ പണി തുടങ്ങി ഈ പറയുന്ന ജിസിനൊക്കെ. എന്താണ് അതിൻ്റെ കാരണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, എൻ്റെ പൊന്നു പ്രേക്ഷകരെ, അതുലിനെ സപ്പോർട്ട് കൊടുക്കുന്ന പ്രേക്ഷകരെ, എന്താണ് നിങ്ങളുള്ളത് കേരളത്തിലാണോ? നിങ്ങൾക്ക് വിവരമുണ്ടോ? വിദ്യാഭ്യാസമുണ്ടോ? അങ്ങേർ ഉപയോഗിക്കുന്ന വാക്ക്, അതുലിൻ്റെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന വാക്ക്, സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ലൈക്ക് അടിക്കുന്നത്? ഞാൻ ആകെ ഷോക്കായി. ലൈക്ക് വളരെ കുറവാണ്, വ്യൂസ് ഉണ്ട്. അതിന് ഒരു 50K വ്യൂസ് കിട്ടിയാൽ 300-400 ലൈക്ക് ഉണ്ട്. ആ 400 പേരുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലാണോ? അതായത് അതുലിനെതിരെ എത്ര ആൾക്കാരാണ് രംഗത്ത് വന്നത്? ബഷീർ, അരുണിമ, രേണു സുധി, ഇപ്പോൾ ഈ പറയുന്ന ജിസിൻ. അതായത് എത്ര കുടുംബമാണ് തകർക്കാൻ ശ്രമിച്ചത്? ഈ പറയുന്ന ജിസിന് ചാനൽ പൂട്ടാനാണ്. ജിസിൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ വേണ്ടാത്തരമാണ്. അതുൽ പറഞ്ഞത് ജിസുലിനെ തീട്ടോന്നൊക്കെ വിളിച്ച ഈ അതുൽ, അതിനുള്ള മറുപടിയൊക്കെ ജിസിൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ നോക്കൂ. ബഷീർ നല്ല രീതിയിൽ സന്തോഷത്തോട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന അതുലൊരു വീഡിയോയുമായി വരികയാണ്. സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല ബഷീർ എന്ന് പച്ചക്കളവ് പറഞ്ഞൊരു വീഡിയോ ഇടുകയാണ്. നിങ്ങൾ എന്തിനു ഓക്കെ ഇടട്ടെ, പ്രശ്നമില്ല. കേരളത്തിൽ എല്ലാ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ ഒരു യൂട്യൂബേഴ്സ് പോലും വൃത്തികേട് സംസാരിക്കുന്നുണ്ടോ വീഡിയോയിൽ? ആരും സംസാരിക്കുന്നില്ല. അതുലിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, വൃത്തികേട് മാത്രമാണ്. അതായത് ഇപ്പോൾ എന്നെ വിമർശിക്കുന്നുണ്ട്, എൻ്റെ പേര് പറഞ്ഞിട്ടല്ല വിമർശിക്കുന്നത്. നാറി, തീട്ടം, അങ്ങനെയൊക്കെയാണ്. എന്താ അല്ലേ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുലിൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നവരെ സമ്മതിച്ച ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ ഒരു മനസ്സ്. ഓക്കെ, അപ്പോൾ ജിസിൻ കൊടുത്ത മറുപടി നമുക്ക് ഒന്നൊന്നായിട്ട് ആദ്യം അതുലിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്താടാ തനിക്ക് വയ്യേ? സത്യം പറഞ്ഞാൽ ഇവന് വയ്യേ. ഇവൻ്റെ നാട്ടുകാരോട് പറയാനുള്ളത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇത് കൂടിപ്പോയ നാട്ടിൽ തന്നെ പ്രശ്നമാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ സങ്കടത്തിൽ എല്ലാവരും പങ്കുചേരുക. വേറൊന്നുമില്ല, നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ജിഷിൻ ചേട്ടായി എനിക്കൊരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിന്റെ സങ്കടത്തിൽ എന്തിനാണ് ഞങ്ങൾ കൂടുന്നത്? നീ ഒരു സത്യസന്ധനായ ഒരു യൂട്യൂബർ ആണെങ്കിൽ ഓക്കെ ഫൈൻ, ഞങ്ങൾ നിന്റെ ഒപ്പം നിന്നേനെ. ഇത് പറയുന്നത് ഇല്ലാത്ത കാര്യമാണ്. അതായത് അതിലുണ്ട് ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു സംഭവം നടന്നൊരു സംഭവം, അതിലതിന് 99% കൂട്ടിയാണ് പറയുന്നത്. 1% നടന്നു. ഇപ്പം ഞാൻ ഒരു ടൗണിലേക്ക് പോയി, അതൊരു കോണ്ടന്റ് വിഷയം. ഞാൻ ടൗണിലേക്ക് പോയി എന്ന കോണ്ടന്റിനെ അതിലെടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവൻ ടൗണിലേക്ക് പോയി ഒരു പെണ്ണിനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊക്കെയായി, ഇങ്ങനെയാണ് അതുലിൻ്റെ സംസാരം. മനസ്സിലായല്ലോ? ഉള്ളത് 1% 99 കൂട്ടും. അതുകൊണ്ടാണ് അതുലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. സായി സീക്രട്ട് ഏജൻ്റൊക്കെ നല്ല നിലയ്ക്ക് എത്തിയില്ലേ? അതുലിന് ഈ സായിയേക്കാളും എത്രയോ വർഷം മുമ്പാണ് അതുൽ യൂട്യൂബ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഇതുവരെ അതുൽ ഒരു വലിയ രീതിക്ക് എത്താത്തത്? ഞാൻ പറഞ്ഞു വന്നത് 7 വർഷമായിട്ട് അതുൽ ഇപ്പോഴും വ്യൂസിന് തെണ്ടുകയാണെങ്കിൽ അതവൻ്റെ കയ്യിലിരിപ്പാണ്. അവന് സപ്പോർട്ട് കൊടുക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ മണ്ടന്മാരാണോ? ഓക്കെ, നമുക്ക് എന്താണ് ജിസിന് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന എനിക്കൊരു പനിയൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. ഇത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് യൂട്യൂബേഴ്സ് വന്നിട്ട്, എന്ത് വ്ളോഗ്സാണ് ഇവരൊക്കെ വന്നിട്ട് കുറച്ച് ജിസിൻ ബ്രോ ഒരു തെറ്റുണ്ട്, കുറച്ചല്ല, അതുൽ മാത്രമാണ്. ഓക്കെ, വ്ളോഗ്സ്, എൻ്റെ പേരും വ്ളോഗ്സ് ആണ്. അത് എല്ലാവർക്കും അതുൽ കാരണം എല്ലാ യൂട്യൂബേഴ്സിനും പണിയാണ്. ഓക്കെ, അവൻ്റെ ഒരു പേരും വ്ളോഗ്സ് ഇപ്പോൾ പറഞ്ഞ് കണ്ടില്ല ജിസിൻ കുറച്ച് യൂട്യൂബേഴ്സ്. ഇവൻ ഒറ്റൊരുത്തനാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞത്. ഞങ്ങളാരെയും പെടുത്തല്ലേ. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഒരു റിയാക്ഷൻ വീഡിയോ മെയിനായിട്ട് കണ്ട ആ പുള്ളിയുടെയാണ് റിയാക്ഷൻ വീഡിയോ കണ്ടു ഞാൻ. നിങ്ങൾ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്താണ് ഈ PR എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടി അപ്പം തന്നെ കെട്ടിപ്പൊരുക്കി അനുവിൻ്റെ മേലോട്ട് പോകുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് മിസ്റ്റർ വ്ളോഗ്സെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? പിന്നെ സംസാരിക്കുന്ന ഒരു രീതിയില്ലേ നിങ്ങൾക്ക്? ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കാൻ പഠിക്കൂ. എൻ്റെ പൊന്നു ജിസിൻ ബ്രോ, അങ്ങേർക്ക് ആ ഒരു സംഭവമില്ല. റെസ്പെക്റ്റ് എന്നാൽ എന്തെന്ന് പോലും അങ്ങേർക്കറിയില്ല. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ബിഗ് സല്യൂട്ട്. അല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വട്ടാണോ പ്രേക്ഷകരെ? എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്. എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നെക്കാൾ നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. അതുലിൻ്റെ വീഡിയോ എന്തിനാണ് നിങ്ങളൊക്കെയാണ് ഇത് കേൾക്കേണ്ടത്? സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതുലിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ, എല്ലാത്തിലും തെറി പറയുന്നുണ്ട് അയാൾ. ഒരു വീഡിയോ പോലും അദ്ദേഹം മാന്യമായി, ഞാൻ വെല്ലുവിളിക്കാം.
അതായത് അതുലിൻ്റെ വീഡിയോ റീസെൻ്റ് ആയിട്ടുള്ള 10 വീഡിയോസ് നിങ്ങൾ എടുത്താൽ മതി, 10ലും തീട്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു വൃത്തികേട് പറയുന്നുണ്ട് അതുൽ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി അതുലിനെ ഞാൻ മുമ്പ് അതുലിനെ ഇപ്പം അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്ത്, അദ്ദേഹം 100K സബ്സ്ക്രൈബ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കഷ്ടപ്പാട്, ആക്സിഡൻ്റ് ആയ സമയത്ത് പണിയെടുക്കാൻ പറ്റാത്ത സമയം, അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങേരെ സബ്സ്ക്രൈബ് ചെയ്തത്. സത്യം പറഞ്ഞാൽ വ്യൂസിന് വേണ്ടി എന്തും ചെയ്യുമോ ഇത് വളരെ വളരെ തെറ്റാണ് അതിൽ. ഇതിൻ്റെ കാരണം ഇപ്പം ഞങ്ങളൊക്കെ പണിയിൽ വേറെ കുറേ പണിയുണ്ട്, എനിക്ക് മുംബൈയിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് വീഡിയോ ചെയ്യുന്നത്. അതിൽ അങ്ങനെയല്ല, അതിൽ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വ്യൂസ് കിട്ടിയിട്ടേ ആവണം എന്തെങ്കിലും തിന്നാൻ വേണ്ടി, അങ്ങനെ കിട്ടിയ ഫാമിലിക്കൊക്കെ കയറണം അതിൽ. എന്തായാലും എല്ലാവർക്കും ഒരു തെറ്റൊക്കെ സംഭവിക്കലുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതിലുണ്ട് ഇത് എത്ര കേസാണ് പോയത്. ഇനി പഠിക്കുമെന്നേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ ഓൾവേസ് ഈ വിമർശനം ഇതൊക്കെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഈ വിമർശിച്ച് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു വീഡിയോ കണ്ടിട്ട്, എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് അതിൽ നിന്ന് എന്താ പറയുക, എന്താണോ ഞാൻ പറഞ്ഞത് അതല്ലാതെ അത് വേറൊരു തരത്തിലേക്ക് എടുത്തിട്ട് ഈ അനുമോൾ ഈ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേട്ടിട്ടില്ലേ, ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നൊക്കെ പറയുമ്പോൾ പോലെ PR എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ അനുമോൾ കയറി പറയണം എന്നുള്ളത് തന്നെയാണോ നിങ്ങളുടെയൊക്കെ അജണ്ട? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു ജിസിനേട്ട, കേരളത്തിലുള്ള മലയാളി പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ് ഈ പറയുന്ന അതുൽ. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ അതുലിന് അനുമോളോട് ഭയങ്കര സ്നേഹമാണ്. അതുൽ എന്തിനാണ് അനുമോളെ പൊക്കി പറയുന്നത്? വ്യൂസിന് വേണ്ടി മാത്രമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന അതുലൊരു ജെന്യൂൻ റിവ്യൂവർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് റിവ്യൂ നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാത്തിലും അനുമോളെ മാത്രം പൊക്കി പറയുന്നത്. അനുമോൾ അവിടെ ജയിച്ചത് അനുമോളുടെ കഴിവ് കൊണ്ടാണ്, ഗെയിം കൊണ്ടാണ്, അതിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതുലിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ മൊത്തം ജസ്റ്റ് ഒന്ന് നോക്കൂ. എല്ലാം അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോൾ ഇങ്ങനെ ചെയ്തു. 25 കണ്ടസ്റ്റൻ്റ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ 24 കണ്ടസ്റ്റൻറ്റും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന അനുമോൾ മാത്രമാണ് നല്ലത് ചെയ്തത് എന്നാണ് അതുൽ പറയുന്നത്. അത് ജെന്യൂൻ ആണോ? അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരാഴ്ചയിൽ അനുമോൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലേ? നിങ്ങൾ തന്നെ അനുമോളെ സ്നേഹിക്കുന്നവർ തന്നെ പറയണം. അപ്പോൾ അനുമോൾക്ക് ഏതെങ്കിലും ഒരാഴ്ച വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മൾ പറയണ്ടേ? അതല്ലേ ഒരു യഥാർത്ഥ റിവ്യൂവർ. ഈ പറയുന്ന ഈ ചങ്ങായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴും നോക്കൂ, ഒന്നും ഉണ്ടാവില്ല. ഈ അനന്തു, സീക്രട്ട് ഏജൻറ്റ്, എൻ്റെത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ മാറി മാറി പറയും, കാരണം ജെന്യൂൻ അങ്ങനെയാണ്. ഇത് ഓക്കെ, വ്യൂസ് കിട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ എന്തിനാണ് വേറുള്ളവരെ ഫാമിലി കയറി ഇടപെടുന്നത്? അനുമോളെ മാത്രം പൊക്കി പറയാമല്ലോ. എന്താണ് അതിലെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇത് എന്തിനാണ് ആ പെണ്ണ് അത് ഇതിനിടയിൽ വലിച്ചിറക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മൊത്തത്തിലുള്ള PR-നെ പറ്റിയാണ് പറഞ്ഞത്. അവിടെയുള്ള എല്ലാവർക്കും PR ഉണ്ടായിരുന്നു, അതിനെ പറ്റിയല്ലേ പറഞ്ഞത്. അതെന്താ ഇതിൽ വീഡിയോ അനുമോളെ പറ്റി പറഞ്ഞാലേ കുറച്ച് റീച്ച് കിട്ടും അല്ലേ? ഓക്കെ ശരി, എന്തൊക്കെ ഇത് ജിസിന് മനസ്സിലായി. ജിസിന് പാവം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ. അതായത് ഈ പറയുന്ന ജിസിൻ PR കൊടുക്കാതെയാണ് പോയത്, അതുകൊണ്ടാണ് ജിസിൻ കുറച്ച് പെട്ടെന്ന് പുറത്തായത്. ജിസിൻ അറിയാതെ പറയുകയാണ്. അതിനെ ഈ പറയുന്ന അതിൽ വളച്ചുടച്ച് ഈ പറയുന്ന അനുമോൾ കപ്പെടുത്തത്, ജിസിന് പറഞ്ഞു അനുമോൾ കപ്പെടുത്തത് PR കൊണ്ടുവന്ന് എഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ വളരെ മോശം. ഞാനിവിടെ ഷോക്കാവുന്നത്, എന്നെപ്പോലത്തെ പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 10 മാസമായതേ ഉള്ളൂ. പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പരിപാടി ചെയ്യലുണ്ട്, ഒന്ന് കയറി പോകാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ചങ്ങായി ഏത് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥ, ഏത് വർഷമായിട്ട് നിലക്കെത്തിയിട്ടില്ല. ഇപ്പോൾ സായി കൈസൊക്കെ തമ്മിലേ വെക്കുന്നില്ല, കാരണം അവർ എന്ത് പറഞ്ഞാലും നോക്കാനാവുന്നുണ്ട്, കാരണം അവർ പറഞ്ഞ ജെന്യൂണാണ്, അതെല്ലാവർക്കും പറയും. ഈ ചങ്ങായിക്ക് ഇപ്പോഴും എല്ലാ കുടുംബത്തിൽ കയറേണ്ടി വരുന്നൊരവസ്ഥ. എന്താ അല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ അവിടെ അവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ ഇമോഷൻസ് എന്തൊക്കെ കൊടുക്കണം? സന്തോഷമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കരയുന്നതുണ്ട്, ബാക്കി ഫൈറ്റ് ചെയ്യുന്നതുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ കണ്ടന്റുകളും ഒന്നിച്ച് കൊടുക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് അവൾ. അത് അവൾ കൊടുത്തു. ഈ പറയുന്ന ഇവിടുന്ന് ഈ ബിഗ് ബോസ് മാത്രമല്ല ഞാൻ അവളെ കണ്ടിട്ടുള്ളത്, നമ്മൾ സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ മുതൽ അറിയുന്ന കുട്ടിയാണ്. ആ സ്റ്റാർ മാജിക്കിൽ അവളെന്താ ഇത്ര സ്റ്റാർ ആയിട്ട് നിന്നത്? ആ ഒരു ഷോക്ക് എന്താവശ്യമുണ്ടോ അത് കൊടുക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്. ഇത് പറഞ്ഞത് 100% ശരിയാണ്. ഈ അതുൽ അനുമോളെ അറിയുന്നതിന് മുമ്പ് ജിസിന് അനുമോളെ അറിയാൻ പറ്റും. നിങ്ങൾ ഒരു വർഷം മുമ്പ് അതിൻ്റെ വീഡിയോ നോക്കിയാൽ മതി. അതിന് 1000 വ്യൂസ്, 500 വ്യൂസ്, 300, 200 വ്യൂസാണ്.
7 വർഷമായ ചങ്ങായിക്ക് ഈ വർഷമാണ്, അതായത് ഈ വർഷം ബിഗ് ബോസിൻ്റെ സമയത്താണ് അതിൽ കുറച്ച് മെച്ചപ്പെട്ട് വന്നത്. കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ അനുമോൾ കാരണം കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ 3 മാസം കൊണ്ടാണ് അതിൽ അറിയപ്പെട്ടത്. പിന്നെ ബഷീർ ബഷിയുടെ കേസിലൊക്കെ ചെറിയ രീതിയിൽ അറിയപ്പെട്ടു. ഇല്ലാത്ത കാര്യം ബഷീർ ബഷി റിയാക്ട് ചെയ്തത് കൊണ്ട് കുറച്ച് അറിയപ്പെട്ടു. പക്ഷേ ഈ പറയുന്ന അതിൽ അനുമോളെ കുറിച്ച് പറയുന്നത് തന്നെ ഈ 3 മാസം കൊണ്ടാണ്. ഈ ജിസിനൊക്കെ ഈ അനുമോൾ അറിയില്ലേ? അതായത് അതിൽ കണ്ടതിന് കാണുന്നതിന് മുമ്പേ ജിസിനൊക്കെ കണ്ടു. ഈ അതിൽ ഇന്ന് വന്ന് പറയുകയാണ് ഈ PR കൊണ്ട് മറ്റേ അനുമോൾ ജയിച്ചു എന്ന് ജിസിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കണം? എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് ആര് പോകണമെങ്കിൽ PR അല്ല മണ്ണാങ്കട്ട. ഞാനിപ്പോൾ ബിഗ് ബോസിൽ പോവുകയാണ്, 50 ലക്ഷം PR കൊടുത്ത് ഞാൻ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജയിക്കോ? എന്തെങ്കിലും കൊടുക്കണ്ടേ, കോണ്ടന്റ് ഇടണ്ടേ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്താണ് അതുല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പോൾ PR കൊണ്ട് മാത്രമല്ല അവളെ ജയിച്ചത്, അവൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണോ ഞാൻ അവളെ കാര്യം പറഞ്ഞത്? കുറച്ചൊക്കെ ഉളുപ്പുണ്ട് ഒരു കാര്യം പറയുന്നതിൽ. അല്ല, ഒരു സംസാരിക്കുന്നതിലുള്ള ആ ഒരു സംസാര രീതിയിലുള്ള ചില വാക്കുകളൊക്കെ ഇവൻ എന്ത് തീട്ട എന്തോന്നടേ ഈ പറയുന്നത്. എൻ്റെ പൊന്നതുലെ, നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നവരാണ് ഞാനും നീയും. ഓക്കെ, ഞാൻ ഈ അടുത്ത് വന്നു, നീ ഭയങ്കര സീനിയറാണ്. 7 വർഷമായി, ഞാൻ 10 മാസമായി. ഇപ്പോൾ രാവും പകലും പോലെ നമ്മൾ രണ്ടാളും വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, നീ എനിക്കൊക്കെ പഠിപ്പിച്ച് തരേണ്ടതാണ്. എടാ, അതായത് ഇങ്ങനെയാണ് വീഡിയോ ഇടുന്നത്. നീ തന്നെ സായിയുടെ വീഡിയോ നോക്കി, എന്തെങ്കിലും മോശം ആരെങ്കിലും സായിയെ കുറ്റം പറയുന്നുണ്ടോ? എല്ലാ ദിവസവും 2-3 വീഡിയോ ഇടുന്ന ഒരാളാണ് സായി. സായിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? സായിക്കെതിരെ ഏതെങ്കിലും ഒരു ഫാമിലി രംഗത്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഇല്ല. എന്തുകൊണ്ട്? പിന്നെ കൈസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൈസൊക്കെ, പക്ഷേ കൈസ് പറയുന്ന കാര്യത്തിൽ കാര്യമുണ്ട്. അതുലിനെ പോലെയല്ല. കൈസ് ഇതുവരെ തെറികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഉള്ളത് പറയാമല്ലോ. കൈസിന് വിവാദത്തിൽ കൈസ് പോലെ ഉണ്ട്, ഓക്കെ. പക്ഷേ അതുലിനെ പോലെ തെറി കമൻറ്റ് ഇല്ലാത്ത വീഡിയോസൊന്നും ഈ പറയുന്ന കൈസ് ഇടലില്ല. ആർക്കെങ്കിലും ഉണ്ടോ? യൂട്യൂബർ എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്? നിരന്തരം കേസ് വരുന്ന ഒരു യൂട്യൂബേഴ്സ് ഉണ്ടോ? മാസത്തിൽ ഒരെണ്ണം ഇതിങ്ങനെ കേസ് വരുന്ന ആരെങ്കിലും ഉണ്ടോ? അതുലല്ലാതെ. ബഷീർ ബഷിയുടെ കേസിൽ ബഷീർ ബഷി ഇതിനെ ഒഴിവാക്കിയതാണ് പ്രശ്നം. ബഷീർ ബഷി മുന്നോട്ട് പോകണമായിരുന്നു. ഇവനെപ്പോലുള്ള ഒരു ഡേഞ്ചറാണ്. റിയാക്ഷൻ ചെയ്യട്ടെ, പക്ഷേ എന്തിനാണ് വൃത്തികേട് വിളിച്ച് പറയുന്നത്? ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്. എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. നല്ല ആൾക്കാരുടെ വീഡിയോ കാണും നിങ്ങൾ. എന്തിനാണ് അതുലിനെ പോലുള്ള വൃത്തികേട് മാത്രം പറയുന്നവരുടെ വീഡിയോ കാണുന്നത്? അവനൊക്കെ അനുമോളുടെ സ്നേഹം കൊണ്ടല്ല. അതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. 100-200K സബ് എങ്ങനെ ആയിപ്പോയി എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. എന്താല്ലേ, പേടിക്കണ്ട, ഉടനെ ആ ചാനൽ പോകും. ഇങ്ങനെയാണ് അതുലിൻ്റെ പോക്കെങ്കിൽ ഉടനെ ആ ചാനൽ പൂട്ടപ്പെടും, അത് ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി മക്കളെ. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കി. ബൈ.